ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് മങ്കട മിറാക്കിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ മുന്നിലാണ്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന കൗതുകകരമായ വസ്തുക്കളാണ് നമ്മളവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നോട്ട് കയറി കൊണ്ട് തന്നെ ഫസ്റ്റായിട്ട് കാണുന്നത് ഇവിടെ ചുമരിലൊക്കെ ഇവരെ കലാപ്രകടനങ്ങളാണ്. കണ്ടോ, പെയിൻറ് കൊണ്ട് നല്ല രീതിയിലും ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വീടുകളിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെടികൾ എങ്ങനെ വളർത്താം, നല്ല മനോഹരമായ രീതിയിൽ വീടുകളിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന രീതിയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികൾ, ചില്ലിൻ്റെ കുപ്പികൾ എത്ര മനോഹരമായ രീതിയിലാണ് ഇവർ പെയിൻ്റ് അടിച്ച് നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് നിങ്ങളിതിൽ ഏത് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്? ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതാണ്. വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടാത്ത കളറാണെന്നുണ്ടെങ്കിൽ ഈ കളേഴ്സ് വെച്ചിട്ട് തന്നെ പലവിധം കളേഴ്സ് നമുക്ക് 2-3 കളർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഒരു 100 രൂപയുടെ അല്ലെങ്കിൽ 150 രൂപയുടെ ഉള്ളിലേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ അധികം എക്സ്പെൻസോ കാര്യങ്ങളോ ഇതിന് വരുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് ഈ പെയിൻറ് മാത്രമേ വാങ്ങിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റായി പോകുന്ന കുപ്പി അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നോർമലായിട്ടൊരു കുപ്പിയായിരുന്നു. അതിലെന്ത് ചെയ്തു, ആദ്യം ഫാബ്രിക് കൊടുത്തു, അതിനുശേഷം ബീഡ്സും സാധാ ഫെവിക്കോളിൻ്റെ പശ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കി. അപ്പം എന്താ വെച്ചാൽ ഒരുപാട് മാറ്റം വന്നു. പിന്നെ ഒരുപാട് ബോട്ടിൽ ആർട്ട് ഒരുപാട് രീതിയിൽ ചെയ്യാം. പെയിൻറ്റിങ്സ് മാത്രമല്ലാതെ തന്നെ പേപ്പർ വെച്ചിട്ട്, ബീഡ്സ് വെച്ചിട്ട്, അങ്ങനെ നൂല് യൂസ് ചെയ്തിട്ട് നമ്മളിത് എന്താണോ വേസ്റ്റായി പോകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽ ആർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ തോട്, അങ്ങനെ ഒരുപാട് വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട്, ഉള്ളിയുടെ തൊലി വെച്ചിട്ട്, അങ്ങനെ വേസ്റ്റായി പോകുന്ന എന്ത് സാധനവും നമുക്ക് ബോട്ടിൽ ആർട്ടിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബോട്ടിൽ ഊളനൂല് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിന് നോർമലി ഒരു ബോട്ടിൽ, പിന്നെ പശ, നൂല്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഇതിൽ പശ ആഡ് ചെയ്യാം. ഈ കഴിഞ്ഞ 2019 നവംബർ 10-ന്, ഓർമ്മിച്ചിട്ടാണെങ്കിൽ നവംബർ 10-ന് ഞങ്ങൾ 7 വർഷം തികച്ചു. അതിൻ്റെ വാർഷികം കൂടാണ് ഞങ്ങളൊരു ഫാഷൻ ഷോ പോലെ ഞങ്ങളെ സ്റ്റുഡൻസ് തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ
റാമ്പിൽ കയറി ഒരു ഫാഷൻ ഷോ സംഘടിപ്പിക്കേണ്ടായി. അതുപോലെ 7 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സംരംഭമായിട്ട് 2-3 ടൈലറിംഗ് മെഷീൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയത്. ഇന്ന് നിലവിൽ 10-40ഓളം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 7 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് നല്ലൊരു ജോലി നൽകാനും അവർക്ക് അവരുടെ ഫീൽഡ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുന്ന വിധത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട്. ഇന്ന് നല്ല നിലയിൽ ക്ലാസ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടൈലറിങ് ആണെങ്കിലും എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, അതുപോലെ പോട്ട് അങ്ങനെയുള്ള ഡിസൈനിങ് വർക്കുകളൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ 1 ഇയർ കോഴ്സ് കൊടുക്കുന്നുണ്ട്, 6 മന്ത് കോഴ്സ്, 3 മന്ത്. അതാണ് ഞങ്ങൾ ഇന്ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ്. പ്രൊഫഷണൽ ടാലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയെക്കാളും കൂടുതൽ ഏൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഒരു ഫീൽഡാണ്. ഞാൻ അടക്കം വർക്ക് ചെയ്യുന്ന ഒരു ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞ ഫീൽഡ്.